Good morning, my dear students. നമ്മളുടെ അടുത്ത ക്ലാസ് അടുത്ത ചാപ്റ്റർ 7 permutations and combinations. Okay, let us start. ഇവിടെ നമ്മൾ permutations and combinations, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. കുറച്ച് ഒബ്ജക്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സെലക്ഷൻ നടത്തുകയാണ്. അങ്ങനെ സെലക്ഷൻ നടത്തുന്നു, ഇത്ര നമ്പർ സെലക്ഷൻ നടത്തുക എന്ന് പറയും. അത് ഓർഡർ ഇല്ലാതെ, അതായത് ഓർഡറിൽ നമ്മൾ കൺസേൺ ഇല്ല, ഒരു 5 items അല്ലെങ്കിൽ 6 items അത് സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കോമ്പിനേഷൻ എന്നാണ് പറയുക. കോമ്പിനേഷൻ വിത്തൗട്ട് റിഗാർഡ് ടു ദ ഓർഡർ. ഇനി ഒരു ഓർഡർ, സർട്ടൺ ഓർഡർ ഉണ്ട്, അറേഞ്ച്മെൻ്റാണ്. അറേഞ്ച്മെൻറ്റ് നടത്തി നമ്മളൊരു സർട്ടൺ ഓർഡറിൽ നമ്മൾ സെലക്ഷൻ നടത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്നാണ് പറയുക. അപ്പോൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫോർ എ സെലക്ഷൻ ഫ്രം എ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഗിവൺ. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ഫോർ എക്സാമ്പിൾ 10 ഒബ്ജക്ട്സ് വന്നിട്ടുണ്ട്, അതിൽ നമ്മൾ 5 സെലക്ട് ചെയ്യുന്നു. 5 സെലക്ട് ചെയ്യുന്നത് അറേഞ്ച്മെൻറ്റിലാണ്, അതൊരു പ്രത്യേക ഓർഡറിലാണ്. ഫസ്റ്റ് 1, സെക്കൻഡ് 1, അങ്ങനെ ഓർഡറിലാണ് നമ്മൾ സെലക്ഷൻ നടത്തുന്നതെങ്കിൽ അത് പെർമ്യൂട്ടേഷനാണ്. ഓർഡർ ഇല്ലാതെ ഏതെങ്കിലും 5 നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ഉള്ളത് പെർമ്യൂട്ടേഷൻ, അല്ലാത്തത് കോമ്പിനേഷൻ. ഓക്കെ, സോ come to the first one, fundamental principles of counting. ഫണ്ടമെൻ്റൽസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് നോക്കുക. ആദ്യത്തെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് അഡീഷനാണ്. ഇപ്പോൾ നമുക്ക് 2 ഇവൻറ്റ്സ് ഉണ്ട്, സച്ച് ദാറ്റ് ദേ ക്യാൻ ബി പെർഫോംഡ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ M and N വേസ്. ഇപ്പോൾ 2 ഇവൻറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൽ ആദ്യത്തെ ഇവൻറ്റ് M വേസിൽ നമുക്ക് പെർഫോം ചെയ്യാം, രണ്ടാമത്തെ ഇവൻറ്റ് N വേസിൽ പെർഫോം ചെയ്യാമെങ്കിൽ then either of the 2 events can be performed in M+N ways. രണ്ടും കൂടി നമ്മൾക്ക് M+N വേസിൽ നമുക്ക് പെർഫോം ചെയ്യാം. ആദ്യത്തെ ഇവൻ്റ് M വേസിൽ ചെയ്യും, അടുത്ത ഇവൻ്റ് N വേസിൽ ചെയ്യും. അപ്പോൾ ഇത് either of the 2 events, ഇതിലേതെങ്കിലും ഈ 2 events can be performed in M+N ways. For example, suppose a teacher wants to select a boy from 6 boys and a girl from 7 girls to represent a class function. Okay, the teacher is to be selected either a boy from 6 boys or a girl from a 7 girls. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? എ ബോയ് ഫ്രം 6 boys, 6 boysൽ നിന്ന് ഒരു ബോയെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 7 girlsൽ നിന്ന് ഒരു ഗേളിനെ സെലക്ട് ചെയ്യാം. Therefore, total number of selection is 6 plus 7, 13 is known as fundamental principle of addition. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യണം, അത് 6 ബോയ്സിൽ നിന്നാകാം, അത് 6 വേസിൽ സെലക്ട് ചെയ്യാം, അല്ലേ? 7 ഗേൾസ് ഉണ്ട്, അതിൽ നിന്നോ 7 വേസിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഈ 13 ഔട്ട് ഓഫ് 13 നമുക്ക് 13 വേസിൽ സെലക്ട് ചെയ്യാം, 6 plus 7. ഓക്കെ, അടുത്തത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമുക്ക് 2 ഇവൻറ്റ്സ് ഉണ്ട്, സച്ച് ദാറ്റ് 1 ഇവൻറ്റ് ക്യാൻ ഒക്കർ ഇൻ M വേസ്, ഒരു ഇവൻ്റ് M വേസിലും, ഫോളോയിങ് വിച്ച് അനദർ ഇവൻറ്റ് ക്യാൻ ഒക്കർ ഇൻ N ഡിഫറെൻറ്റ് വേസ്. ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ്സ് ഈസ് MN വേസ്. അതായത് ഒരു ഇവൻ്റ് M വേസിൽ, അതിന് ശേഷമാണ് അടുത്ത ഇവൻ്റ്, അത് N വേസിൽ. അപ്പോൾ ഒരു ഇവൻ്റ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഇവൻ്റ്. അപ്പോൾ ഈ 2 ഇവൻറ്റും ഒക്കർ ചെയ്യുന്നത് എത്ര വേസിൽ പറ്റും? അതായത് ആദ്യത്തെ M വേസിൽ പറ്റും, പിന്നത്തത് N വേസിലാണെങ്കിൽ MN വേസിലായിരിക്കും നമ്മളുടെ ഇവൻ്റ് സംഭവിക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ നിന്ന് കോലഞ്ചേരിക്ക് പോകാനായിട്ട് ആദ്യം നമ്മൾ തിരുവാണിയൂർ ചെന്നിട്ട് അവിടെ നിന്ന് പോവുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ തിരുവാണിയൂർക്ക് പോകാൻ നമുക്ക് 3 വേസ് ഉണ്ട്. M എന്ന് പറയുന്നത് ഇവിടെ 3 വേസ്. തിരുവാണിയൂരിൽ നിന്ന് കോലഞ്ചേരിക്ക് പോകാൻ 2 വേസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെണ്ണിക്കുളത്ത് നിന്ന് എത്ര വേസിൽ കോലഞ്ചേരിക്ക് പോവാം? ആദ്യം നമ്മൾ 3 വേസിൽ
തിരുവാണിയൂർ എത്തിയാൽ അവിടെ നിന്ന് 2 വേസിൽ കോലഞ്ചേരിക്ക് പോകാം. അവിടെയാണ് 3 × 2 6 വേസിൽ നമുക്ക് പോവാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇതിൽ 1 2 3 1 പോയാലും മറ്റേ 2 അടുത്ത 2 വേസിൽ ഏതിലെങ്കിലും പോവാം. അപ്പോൾ 2 ടൈപ്സായി. അടുത്തത് ഈ 2 എന്ന് പറയുന്ന മെത്തേഡിൽ കൂടി പോയാലും അവിടെ 2 മെത്തേഡുണ്ട്. അപ്പോൾ അവിടെയും 2 വേസായി. ഈ തേർഡ് എന്ന് പറയുന്ന ഇവിടെ നിന്ന് തേർഡ് വേയിൽ നമുക്ക് തിരുവാണിയൂർ എത്തിയാൽ അവിടെ നിന്ന് വീണ്ടും 2 വേസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 3 × 2 6 വേസിൽ ഇവിടെ നിന്ന് കോലഞ്ചേരിക്ക് പോവാം. മനസ്സിലായോ? അതാണ്. അപ്പോൾ 2 ഇവൻറ്റ്സ് ഒക്കർ ചെയ്യണം. അതിൽ ഫസ്റ്റ് ഇവൻ്റ് M വേസിലും സെക്കൻഡ് ഇവൻ്റ് N വേസിലും നമുക്ക് ഒക്കർ ചെയ്യുന്നുവെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് 3 × 2 6 വേസാണ്. അതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സെലക്ട് എ ബോയ് ഫ്രം അതിനേക്കാൾ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവുന്ന എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 1 2 3 4 and 5 assuming that repetition is not allowed. Repetition is allowed. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പറാണ് ഫോം ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് 1 2 3 4 5 ആണ്. ഓക്കെ. ഈ 5 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 3 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. റെപ്പറ്റീഷൻ അനുവദിച്ചിട്ടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒരു നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ നമ്പർ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 3 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യുകയാണ്. 100s പ്ലേസ് ഉണ്ട്, 10s പ്ലേസ് ഉണ്ട്, ഫസ്റ്റ് പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്ലേസിൽ നമ്മൾ 1 2 3 4 5 അതിലേതെങ്കിലും നമ്പർ നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ 1 അസ്യൂം ചെയ്തു. പിന്നത്തേതിൽ നോക്കുക, ഈ പ്ലേസിൽ നമ്മൾ 1 2 3 4 5 ഈ 5ൽ ഏത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. അപ്പോൾ അത് 5 വേസിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ അടുത്തതിൽ റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് ഹിയർ അല്ലേ. അപ്പോൾ റെപ്പറ്റീഷൻ അലൗഡ് അല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള നമ്പേഴ്സാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 1 നമ്മൾ ഉപയോഗിച്ച് പോയി എങ്കിൽ അടുത്തതിൽ 2 3 4 5 അങ്ങനെ 4 നമ്പേഴ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4 വേസിലാണ് ആ പ്ലേസ് ഫില്ല് ചെയ്യുക. അവിടെ നമ്മളിപ്പോൾ സപ്പോസ് 2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 പിന്നെ തേർഡ് പ്ലേസിൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ബാക്കിയുള്ളത് 3 4 5 ആണ്. അതിൽ നിന്നൊരു നമ്പറാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അത് 3 വേസിൽ ഫില്ല് ചെയ്യാം. ഓക്കെ. അപ്പോൾ എത്ര വേസിൽ ഫില്ല് ചെയ്യാം? ഈ പ്ലേസ് 5 വേസിലും ഇത് 4 വേസിൽ ഇത് 3 വേസിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത് 5 വേസ്, ഇത് 4 വേസ്, ഇത് 3 വേ, ഇത് 5 4 3. അപ്പോൾ 5 × 4 × 3. ഓക്കെ. അതാണ് 3 × 4 × 5 ദാറ്റ് ഈസ് 60 വേസിൽ നമുക്കിത് എന്ത് ചെയ്യാം? റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് ആണെങ്കിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ 60 വേസിൽ നമ്മൾക്ക് നമ്പർ ഫോം ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് റെപ്പറ്റീഷൻ ഈസ് അലൗഡ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഈ നോട്ടില്ല. ഓക്കെ. നോട്ട് വെട്ടിക്കളഞ്ഞേക്കുക. റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് അല്ല, റെപ്പറ്റീഷൻ ഈസ് അലൗഡ്. റെപ്പറ്റീഷൻ അലൗഡ് ആണ് എങ്കിൽ എങ്ങനെയാണ്? ഈ പ്ലേസിൽ നമ്മൾ 5 നമ്പേഴ്സ് വെച്ചു, 5 വേസിൽ അത് ഫില്ല് ചെയ്യാം. ഇവിടെയോ അവിടെയും 5 വേസിൽ ഫില്ല് ചെയ്യാം, കാരണം റിപ്പീറ്റ് ചെയ്യാം അല്ലേ. അതും 5 വേസിൽ റിപ്പീറ്റ് ചെയ്യാം, ഇതും 5 വേസിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ 5 × 5 × 5 125 വേസിൽ നമുക്ക് ഈ നമ്പർ ഫോം ചെയ്യാം. ഓക്കെ. അപ്പോൾ റിപ്പറ്റീഷൻ അലൗഡ് ആണ് എങ്കിൽ 125 വേസിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അടുത്തത് നമ്മൾ ഈ ഇവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു കൺസെപ്റ്റാണ് മാത്സിൽ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ലെറ്റ് n be a positive natural number. The product of first n natural numbers is denoted by n factorial. or ഈ 2 നൊട്ടേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കും. n ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഇതുപോലെ n എഴുതും, അത് വായിക്കുന്നത് n ഫാക്ടോറിയൽ എന്നാണ്. അല്ല ഇങ്ങനെ അങ്ങനെയും എഴുതാം. n എഴുതിയിട്ടൊരു ആശ്ചര്യചിഹ്നം പോലെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കും. എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലാതെ അതാണ് ഫാക്ടോറിയൽ. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് വായിക്കും. ഓക്കെ. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ അർത്ഥം 1 × 2 × 3 × 4 × 5 × up to n ആണ്. അപ്പോൾ 5 ഫാക്ടോറിയലോ? 5 ഫാക്ടോറിയൽ മീൻസ് 1 × 2 × 3 × 4 × 5. 2 ഫാക്ടോറിയൽ 1 × 2. 7 ഫാക്ടോറിയൽ
1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 വരെ. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ n വരെയുള്ള പ്രോഡക്റ്റ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അപ് ടു n അല്ലേ? അല്ലെങ്കിൽ അത് തിരിച്ച് ഇങ്ങനെ എഴുതാൻ പാടില്ല, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് അപ് ടു 1 അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ഫാക്ടോറിയൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അതുപോലെയും എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 6 ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 24 ആണ്. ഓക്കെ, ലൈക്ക് ദാറ്റ് യു ക്യാൻ കാൽക്കുലേറ്റ്. ഓക്കെ, അപ്പോൾ ഫാക്ടോറിയൽ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്നതാണ് ഫാക്ടോറിയൽ. ഓക്കെ, നമുക്ക് പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എക്സ് ഇഫ് 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ ഈക്വൽ ടു x/8 ഫാക്ടോറിയൽ. ഇവിടെ നോക്കുക, 1/6 ഫാക്ടോറിയൽ, 6 ഫാക്ടോറിയൽ എന്ന് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു അപ് ടു 1 ആണ്. പ്ലസ് 1/7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 6 ഇൻറ്റു അപ് ടു 1 ആണ്. അപ്പോൾ 7 ഇൻറ്റു 6 മുതലുള്ളത് 6 ഫാക്ടോറിയൽ നമുക്ക് ഷോർട്ടൺ ചെയ്ത് എഴുതാം. അപ്പോൾ 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 എഴുതാതെ. ഓക്കെ, അപ്പോൾ 7 ഫാക്ടോറിയൽ മീൻസ് 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര. 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു അവിടെ വരെ വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാതെ? 6 ഫാക്ടോറിയൽ. അപ്പോൾ ഇതെന്താണ്? 7 ഇൻറ്റു 6 ഫാക്ടോറിയലാണ്. ഓക്കെ, 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ. അപ്പോൾ 7 ഫാക്ടോറിയൽ മീൻസ് 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ ഈക്വൽ ടു x/8 ഫാക്ടോറിയൽ. അത് നമ്മൾ ആ രീതിയിൽ എഴുതാണ്. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു അവിടെ മുതൽ, അതായത് 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 7 ഇൻറ്റു എക്സെട്ര 6 ഇൻറ്റു അല്ലേ, 6 ഇൻറ്റു. അപ്പോൾ ഇവിടെ മുതൽ ബാക്കിയുള്ളത് നമ്മൾ 6 ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ ഇവിടെ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ. ഇനി നമ്മൾ ത്രൂ ഔട്ട് 6 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യത്തെ ടേം 6 ഫാക്ടോറിയലും 6 ഫാക്ടോറിയലും ക്യാൻസലായി പോവും. അപ്പോൾ ഇവിടെ 1 വരും. അടുത്തതോ ഈ ടേമിനെ നമ്മൾ 6 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൽ 6 ഫാക്ടോറിയൽ ക്യാൻസലാവും, 1/7 വരും. ഓക്കെ, റൈറ്റ് സൈഡിലോ x/6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഇൻറ്റു 8, അതിന് 6 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ക്യാൻസലായി പോവും, 7 ഇൻറ്റു 8. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ 1 + 1/7 നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കിയാൽ 7 + 1/7 ഈക്വൽ ടു x/7 ഇൻറ്റു 8. അപ്പോൾ നമുക്ക് എന്ത് വരും? 8/7. 7 നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. സീ ദിസ് 7 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 8/1 ഈക്വൽ ടു x/8 എന്ന് വരും. സോ ക്രോസ് മൾട്ടിപ്ലൈയിങ് x ഈക്വൽ ടു എന്ത് വരും? 8 ഇൻറ്റു 8 ദാറ്റ് ഈസ് 64. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് 64. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7 ഫാക്ടോറിയൽ മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 3 ഫാക്ടോറിയൽ. ശരിയാണോ? ഈസ് ദിസ് ട്രൂ? നോക്കാം. 7 ഫാക്ടോറിയൽ മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഇൻറ്റു 7 മൈനസ് 4 ഫാക്ടോറിയൽ മീൻസ് 24. ഓക്കെ, സോ ഡു ദാറ്റ്. 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഇൻറ്റു 7. 6 ഇൻറ്റു 7 ഈസ് 42. അപ്പോൾ 42 ഔട്ട് സൈഡിൽ എടുക്കാം. 42 ഇൻറ്റു 5 ഫാക്ടോറിയൽ മൈനസ് 6 ഇൻറ്റു 7 minus 24, 5 factorial into 5 factorial that is 120 into 42. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. Anyway, you calculate this, you find this value, then right side is 3 factorial. 3 factorial is only 6. So this is not equal. These left and right hand sides are not equal. You just find the correct number here. Then anyway they are not equal. Okay, then come to the next heading, permutation. Okay, so permutation means it's an arrangement in a particular order of a number of objects taken some or all at a time. നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാവും certain objects, അതിൽ നിന്ന് നമുക്ക് ഇത്ര നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. അതൊരു അറേഞ്ച്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡറിലായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്.
The number of permutations or arrangements of n different things taken r at a time. അത് നമുക്ക് n ഡിഫറെൻറ്റ് തിങ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് r എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ r എന്ന് പറയുന്നത് 0 മുതൽ n വരെയുള്ള ഇൻ ബിറ്റ്വീൻ 0 ലെസ് ദാൻ r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അങ്ങനെയാണെങ്കിൽ ഈ n ഡിഫറൻസ് തിങ്സിൽ നിന്ന് r അറ്റ് എ ടൈം നമ്മൾ അറേഞ്ച്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം നമ്പർ ഓഫ് ദാറ്റ് പെർമ്യൂട്ടേഷൻസ് നമുക്ക് NPR ആയിരിക്കും. അതിനെയാണ് NPR എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. NPR ഇപ്പോൾ ഒരു തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ പ്രൂഫിലേക്ക് പോകുന്നില്ല. ബൈ തിയറം നമുക്ക് പറയാം NPR എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, NPR മീൻസ് ദസ്. NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ NPR മീൻസ് study this. NPR equal to n factorial by n minus r factorial. Okay. അത് തന്നെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഇത്. NPR എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ n ഫാക്ടോറിയൽ എഴുതുകയാണ്. n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര 1 വരെയുണ്ട്. താഴെയോ? താഴെ n മൈനസ് ആർ ഇൻറ്റു n മൈനസ് ആർ മൈനസ് 1 എക്സെട്ര. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾ 5p3. എന്താണത്? 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 3 ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് 5 ഫാക്ടോറിയൽ 120 ആണ്. 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 ഫാക്ടോറിയൽ ആണല്ലോ. അപ്പോൾ 2 ഫാക്ടോറിയൽ മീൻസ് ഇറ്റ് ഈസ് 2. 120 ബൈ 2 ദാറ്റ് ഈസ് 60. ഓക്കെ, 5p3 ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അതാണിത്. ഓക്കെ, ദെൻ NP1 എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ മുകളിൽ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ ഇത് ക്യാൻസലായി പോകും, n വരും. ഓക്കെ, സോ NP1 ഈസ് n. യു ജസ്റ്റ് റിമെമ്പർ ദാറ്റ് NP1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് n. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. See what is NP0. NP0 means n factorial by n minus 0 factorial, that is n factorial by n factorial. So that is 1. So NP0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, then next is NPN. What is NPN? n factorial by n minus n factorial, that is n factorial by 0 factorial. 0 factorial by definition നമ്മൾ 1 ആണ് എടുക്കുക. അപ്പോൾ അത് റിമെമ്പർ ചെയ്യുക. 0 factorial means that is 1. So n factorial by 1, that is n factorial. Okay, so that is n factorial. Okay, so anyway we stop here. അടുത്ത ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. Okay, thank you very much.